കണ്ടോണ്ട് തന്നെ. നീ വെച്ചോളിയാ, ഞാൻ വിളിക്കാം കേട്ടാ. എന്തിനടി ഇങ്ങനെ നോക്കണം, എടുത്ത് കളയൂലേ? ഞാൻ തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കാണ്. വല്ല സാധനം എവിടെയും കൊണ്ടിട്ട് എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അച്ഛനും മക്കൾക്ക് ഒരു വൃത്തിയില്ല. വീട്ടിലെ പരിസരം കാണുമ്പോ അറിയാം വീട്ടിലുള്ളവരെ വൃത്തി. എവിടെ ചുരിദാറൊക്കെ കൊണ്ടുവന്നതിന് ഇവിടെ ഇരുന്നത്? ഇത്രയും സ്ഥലം കിടന്നിട്ട് തുണി കൊണ്ടിട്ടിരിക്കണ ഷവറിന്റെ മുണ്ടിൽ ഇവിടെ തുണി എടുത്ത് ദൂരെ എറിയണം. വെള്ളം കൊണ്ട് മേശപ്പുറത്ത് വയ്ക്കാൻ പറഞ്ഞാൽ കേക്കൂല. ഈ എവിടാണ് ഒരു ബിസ്ക്കറ്റ് എറിയാൻ മുറ്റത്തോണ്ടിട്ടപ്പോ ഈ ചാട്ടം ചാടിയത്? ശരിയാക്കി തരാം. ഡീ, ഈ അടുക്കളയിൽ എന്തൊരു പരിപാടി? എന്ത് കൊച്ചുങ്ങളുള്ള വീടാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ എവിടെ നോക്കിയാലും തുണിയാണല്ലോ. കട്ടിലിന്റെ മുകളിൽ തുണി, കസേരയുടെ മുകളിൽ തുണി, ഷവറിന്റെ മുകളിലാണെങ്കിൽ ഒരു ലോഡ് തുണി. അത് കഴുകിയ തുണി, കഴുകാനുള്ള തുണി ഒക്കെ ഉണ്ട്. ഞാൻ കഴുകിക്കോളാം. ഞാൻ ഒരു കവർ ബിസ്ക്കറ്റിന്റെ കവർ വെളിയിൽ ഇട്ടപ്പോഴത്തേക്ക് നീ ഈ ചാട്ടം ചാടിയില്ല. ഈ വീടിനകം കിടക്കുന്നായിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ആൾക്കാർ മൊത്തം നോക്കണതേ വീടിന്റെ പുറത്ത് വൃത്തി ഉണ്ടാകുന്നതാണ്. ആരും വന്നേ അകത്തോട്ട് കയറുന്നു. ആ, അപ്പൊ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായിരുന്നല്ലേ? കൊള്ളാം. ഡേയ്, തിന്ന് മുറ്റത്തങ്ങനെ വല്ല കൊണ്ടിട്ടാ രണ്ടിന്റെ ഉച്ചി ഇന്ന് ഞാൻ അടിച്ചു കറക്കും, പറഞ്ഞേക്കാം.